നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. പകർച്ചവ്യാധി പടരുന്നതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്ന വിമർശനം. മുൻകരുതലെടുത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്നും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതിൽ കാലതാമസമുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി. മദ്യനയത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും എതിർപ്പ് തുടരുന്നു. എക്സൈസ് കമ്മീഷണറെ നിയമസഭയിലേക്ക് വിളിപ്പിച്ചു മന്ത്രി എം ലിജു. ചർച്ചയ്ക്കു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്ന് കെ.സി. വേണുഗോപാൽ. വീര്യം കുറഞ്ഞത് എന്ന ലേബലിൽ മദ്യമൊഴുക്കാനുള്ള ശ്രമമെന്ന വിമർശനവുമായി സിറാജ് എഡിറ്റോറിയൽ. വിമർശനവുമായി ഓർത്തഡോക്സ് സഭയും. കശുവണ്ടി അഴിമതി കേസിൽ കോടതിയിൽ ഹാജരാകാൻ വൈകിയതിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് വ്യവസായ വകുപ്പ് മുൻ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ജൂലൈ 2 ഹാജരാക്കാൻ നിർദ്ദേശം. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും നീറ്റ് പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം. ബീഹാറിൽ പരീക്ഷ എഴുതാൻ പകരമെത്തിയ 24 പേർ പിടിയിൽ. യു.പിയിൽ സിം കാർഡുമായി എത്തിയ വിദ്യാർത്ഥി കസ്റ്റഡിയിൽ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം 3-ാം ദിവസവും തുടരുന്നു. സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടിയെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ. ജലസുരക്ഷ രാജ്യത്തിന്റെ പരമാധികാരമെന്നും അതിന്മേൽ ഭീഷണിയുണ്ടായാൽ പ്രതികരിക്കാൻ മടിക്കില്ലെന്നും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ലോകകപ്പിൽ ഉറുഗ്വേയെ സമനിലയിൽ തളച്ച കേപ്പ് വെർദെ. ഗോളില്ലാ സമനിലയിൽ ബെൽജിയം ഇറാൻ മത്സരം. ഇന്ന് രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയയെ നേരിടും. ഫ്രാൻസ് ഇറാഖ് മത്സരം പുലർച്ചെ 2:30. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം. നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് നൽകിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിലപാടറിയിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമ്പോഴും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. പല ജില്ലകളിലും DMOമാരില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കസേരയ്ക്ക് വേണ്ടി പിടിവലിയാണ്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആരോഗ്യവകുപ്പിൽ നിപയേക്കാൾ ഭയപ്പെടേണ്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടെന്നും PA മുഹമ്മദ് റിയാസ് ആരോപിച്ചു. മുരളീധരന്റെ പഴയ പ്രസംഗവും റിയാസ് ഓർമ്മിപ്പിച്ചു. നിപ്പ പരിശോധന ഫലം കോഴിക്കോട് വന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, നിപ്പ പരിശോധന ഫലം കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പരിശോധന ഫലം കിട്ടിയെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു. രോഗബാധിതന്റെ നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു സർ. രോഗബാധിതന് അത്യാസന്ന നിലയിലെന്ന് ജില്ലാ കലക്ടർ ഉടനെ പറയുകയാണ് സർ. സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ നിപ്പ വ്യാപനം നടന്നുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം 10 വർഷത്തെ റീൽസ് എടുക്കലും 5 വർഷത്തെ വീണമീട്ടലുമാണെന്ന് മുരളീധരൻ തിരിച്ചടിച്ചു. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുരളീധരന്റെ പഴയ പ്രസംഗം ഓർമ്മിപ്പിച്ചു. മന്ത്രി വിഷയത്തെ ലാഘവത്തോടെ കണ്ടുവെന്നുമായിരുന്നു വിമർശനം. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാകെ സ്തംഭിച്ചിരിക്കുകയാണ്. പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDF സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന സൂചന നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ ക്ഷേമ പെൻഷന്റെ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തും. അനർഹരെ പുറത്താക്കുകയും അർഹരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് തുടങ്ങുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും മുഖ്യമന്ത്രി നൽകിയില്ല. അർഹരായ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ നൽകുന്നതായിരുന്നു LDF നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി. ഈ വർഷം ഫെബ്രുവരിയിലാണ് LDF സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത്. ഏപ്രിൽ മാസം വരെ തുടരുകയും ചെയ്തു. മെയ് ജൂൺ മാസം തുക നൽകിയിരുന്നില്ല.
സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാലോചിതമായി പരിഷ്കരിക്കുമെന്നും അനർഹരെ പുറത്താക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനർഹരായ ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്. അർഹരായ ആൾ അപ്പൊ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് തുടങ്ങുമെന്ന് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിക്ക് ഇല്ലായിരുന്നു. സാമ്പത്തിക ഭദ്രതയുള്ളവർ പദ്ധതിയിൽ ഭാഗമാകുമ്പോൾ പ്രീമിയം നൽകേണ്ടി വരുമെന്ന സൂചന വി ഡി സതീശൻ നൽകിയിട്ടുണ്ട്. പ്രീമിയം എത്ര, ഇൻഷുറൻസ് കവറേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തത വരുത്തിയിട്ടുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണും. വകുപ്പ് മന്ത്രി അറിയാതെയുള്ള തീരുമാനത്തിൽ പ്രതിഷേധം അറിയിക്കാനാണ് ലിജു മുഖ്യമന്ത്രിയെ കാണുന്നത്. എക്സൈസ് മന്ത്രി അറിയാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച തീരുമാനം വിവാദമായ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. നിയമസഭയിലാകും കൂടിക്കാഴ്ച. മദ്യനയത്തിൽ ആശയക്കുഴപ്പമില്ലെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സർക്കാർ വന്നതല്ലേയുള്ളൂ, ആശങ്കകൾ പലതുണ്ടാകും. അത് മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യും. പുതിയ ഗവൺമെന്റ് ആകുമ്പോൾ പല കാര്യങ്ങളിലും ആശങ്കയുണ്ടാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വേണ്ട രീതിയിൽ ചർച്ച ചെയ്യേണ്ട സമയത്ത് ചർച്ച ചെയ്യും. പാർട്ടിക്കകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് കാര്യം, ഒരു പുതിയ ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും. മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെൻറ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. മദ്യനയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭയും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കരുതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത ആവശ്യപ്പെട്ടു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കലാണ്. എല്ലാ ലഹരിയും വിഷമാണ്. വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കിയാൽ യുവസമൂഹം മാരക ലഹരി തേടി പോകില്ല എന്ന വാദം യുക്തിരഹിതമാണ്. ജനം മൃഗീയ ഭൂരിപക്ഷം നൽകി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ജനത്തെ ലഹരിയുടെ അടിമയാക്കാനല്ല. ഏത് സർക്കാർ വന്നാലും ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ലഹരിക്കെതിരെയാണെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മദ്യത്തിന് നികുതിയിളവ് പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി സിറാജ് എഡിറ്റോറിയൽ. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണം. ഒരു വശത്ത് തൂഫാൻ നടപ്പിലാക്കുമ്പോൾ മറുവശത്ത് മദ്യമൊഴുക്കാനുള്ള ശ്രമമാണെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. മദ്യത്തിനെതിരെ ഘടകകക്ഷികൾ വിമർശനം ഉയർത്തണമെന്നാണ് എഡിറ്റോറിയൽ പറയുന്നത്. വാക്കുകൾക്ക് വീര്യം കുറയരുത് എന്ന തലക്കെട്ടോടെയാണ് കാന്തപുരം AP വിഭാഗം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വേണമെന്നും ആ വാക്കിൽ ഉറച്ചു നിൽക്കണമെന്നും സിറാജ് എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു. മദ്യവർജനം പരാജയപ്പെട്ട ആശയമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനമാണ് വേണ്ടത്. ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുമ്പോഴാണ് മറുവശത്ത് മദ്യമൊഴുക്കാനുള്ള ശ്രമം നടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് എക്സൈസ് വകുപ്പോ മന്ത്രിയോ അറിയാതെയാണെന്നും കുറ്റപ്പെടുത്തലുണ്ട്. മദ്യനയം UDF പ്രഖ്യാപിക്കും മുൻപാണ് നികുതി നിർദ്ദേശം ബജറ്റിൽ കയറിക്കൂടിയത്. മുൻപ് കാർഷിക വിളകളിലൂടെയും ധാന്യങ്ങളിലൂടെയും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം LDF നടത്തിയിരുന്നു. അതേ പാതയിൽ മദ്യക്കമ്പനികളെ സഹായിക്കാനാണിപ്പോൾ ലക്ഷ്യമിടുന്നത്. ബജറ്റ് ചർച്ചകൾക്കിടെ UDFിലെ ഘടകകക്ഷികൾ ഇതിനെതിരെ ശക്തമായ വിമർശനമുയർത്തണമെന്നും എഡിറ്റോറിയൽ പറയുന്നു. തീരുമാനത്തിനെതിരെ VM സുധീരൻ ഉൾപ്പെടെ രംഗത്ത് വന്നത് ചൂണ്ടിക്കാണിക്കുന്ന എഡിറ്റോറിയൽ പ്രതിരോധവുമായി എല്ലാവരും രംഗത്തിറങ്ങണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി തിരുത്തുമെന്ന പ്രതീക്ഷയോടെയാണ് സിറാജ് എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ കേസിൽ 24 പേർ അറസ്റ്റിൽ. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം പരീക്ഷ എഴുതാനെത്തിയവരും ബയോമെട്രിക് പരിശോധന ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമാണ് പിടിയിലായത്. പരീക്ഷയിൽ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മറ്റ് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നും NTA അറിയിച്ചു. പുനഃപരീക്ഷയുടെ ഫലം ഈ മാസം അവസാനം പ്രഖ്യാപിക്കും.
നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ കേസിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും പരീക്ഷാ കേന്ദ്രത്തിൽ ബയോമെട്രിക് പരിശോധന ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബീഹാറിലെ ലഖീസറായിലാണ് സംഭവം. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം പരീക്ഷ എഴുതിയവരും അതിന് സഹായം ചെയ്തവരുമാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾ പണം നൽകിയാണ് പരീക്ഷ എഴുതാൻ പകരം ആളുകളെ ഏൽപ്പിച്ചത്. കേസിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഉത്തർപ്രദേശിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയിൽ നിന്ന് സിം കാർഡും പഴയ ചോദ്യപേപ്പറും കണ്ടെത്തി. ബലിയ സ്വദേശി പ്രിൻസ് ദുബെ എന്ന വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുരക്ഷാ പരിശോധന ശക്തമാക്കിയതുകൊണ്ടാണ് പരീക്ഷയിൽ ക്രമക്കേട് നടത്താൻ ശ്രമിച്ചവരെ പിടികൂടാനായതെന്നും മറ്റു വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിജയകരമായി നീറ്റ് UG പുനഃപരീക്ഷാ നടപടികൾ പൂർത്തിയാക്കിയെന്നും പരീക്ഷ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും NTA ചൂണ്ടിക്കാട്ടി. അതേസമയം പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. പരീക്ഷയുടെ OMR ഷീറ്റുകൾ കേന്ദ്രസേനയുടെ സുരക്ഷയിലാണ് പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത്. ഈ മാസം അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. ഇന്ന് പ്രഖ്യാപിക്കാനായിരുന്നു തീരുമാനം. CBSE പുനർമൂല്യനിർണ്ണയ മാർക്ക് കൂടി പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ച് ഫലപ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. CBSE +2 പുനർമൂല്യനിർണ്ണയ പരീക്ഷാഫലം ഇന്നലെ രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്ന് നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും അവസരം ഉറപ്പുവരുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് െന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ പുനരാരംഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണി. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് യുദ്ധഭീഷണി മുഴക്കിയത്. പാകിസ്ഥാൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ നൽകി. നേരിട്ട് കോടതിയിൽ ഹാജരായാണ് മുഹമ്മദ് ഹനീഷ് മാപ്പപേക്ഷ സമർപ്പിച്ചത്. ഹാജരാകാൻ വൈകിയതിലും നിരുപാധികം മാപ്പപേക്ഷ നൽകി. അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിലാണ് കോടതിയലക്ഷ്യത്തിന് ഹൈക്കോടതി കേസെടുത്തത്. കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേ എന്ന മുഹമ്മദ് ഹനീഷിനോട് ചോദിച്ച കോടതി പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ജൂലൈ 2-നകം ഹാജരാക്കാനും നിർദ്ദേശിച്ചു. താൻ വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞതായും APM മുഹമ്മദ് ഹനീഷ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ അപ്പീലുകളിൽ ഹൈക്കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വാദം കേൾക്കും. ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അപ്പീലും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെ അപ്പീലും കോടതിയുടെ പരിഗണനയിലുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയും സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നടിയെ ആക്രമിച്ച കേസിലെ അപ്പീലുകളിൽ ഇപ്പോൾ ഹൈക്കോടതി വാദം കേൾക്കാനൊരുങ്ങുന്നു. കേസ് സജീവമാകുന്നു. തീർച്ചയായും സാധാരണ ഇത്തരം അപ്പീലുകൾ കുറെ വർഷങ്ങൾക്ക് ശേഷം പരിഗണനയ്ക്ക് വരികയാണ് പതിവ്. ഒരുപക്ഷെ ഈ പ്രതികളുടെ ശിക്ഷാ കാലാവധി തീരാറാവുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ അപ്പീൽ വിശദമായ വാദത്തിന് വന്ന് അന്തിമ തീർപ്പ് കൽപ്പിക്കാറുള്ളത്. എന്നാൽ ഈ കേസിന്റെ പ്രത്യേകതകൾ കൊണ്ടും പ്രതികൾ വിചാരണ തടവുകാരായി ഇത്രയും നാളും ജയിലിലായിരുന്നത് കൊണ്ടും ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായി അപ്പീൽ വാദം കേൾക്കണമെന്ന് പറഞ്ഞത്. കോടതി വാദം കേൾക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസിൽ ഈ അപ്പീൽ വിശദമായ വാദം കേട്ട് തീരുമാനമെടുക്കാമെന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതികൾ ശിക്ഷാവിധിക്കെതിരെയുള്ള അപ്പീലുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെയുള്ള സർക്കാരിന്റെ അപ്പീലുണ്ട്. പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. സ്വപ്ന. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. നടൻ ടിനി ടോം താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു. അമ്മയിലെ അംഗങ്ങൾക്ക് അയച്ച കത്തിലാണ് ടിനി ടോം രാജി അറിയിച്ചത്. അമ്മയിലെ അനീതിക്കെതിരെ പോരാടിയതിന് തന്നെ ചില ടാർഗറ്റ് ചെയ്തു. തനിക്കെതിരായ ആരോപണങ്ങൾ പോലീസ് FIR പോലും ഇടാതെ തള്ളിയതാണ്. തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നുവെന്നും കത്തിൽ ടിനി ടോം പറയുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാത്രമാണ് രാജിവെക്കുന്നതെന്നും പ്രാഥമിക അംഗത്വം നിലനിർത്തുമെന്നും ടിനി ടോം വ്യക്തമാക്കി. കോട്ടയം പരിപ്പ് 900 ഷാപ്പിൽ ഭക്ഷ്യവിഷബാധ എന്ന സംശയം. ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും കള്ള് കുടിക്കുകയും ചെയ്ത യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 5 പേർ കോട്ടയത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 7 സുഹൃത്തുക്കൾ ചേർന്നാണ് 900 ഷാപ്പിൽ മദ്യപിക്കാനെത്തിയത്. ഇവരിൽ ഷാപ്പിലെ മീൻ തലക്കറി കഴിച്ച 6 പേരാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്ഥലത്തെത്തി ഭക്ഷണ സാമ്പിളുകൾ സ്വീകരിക്കും. സംഭവത്തിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജ്യോതിഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.
പെരുമണിന് ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തീവണ്ടി ദുരന്തമായ കടലുണ്ടി തീവണ്ടി ദുരന്തത്തിന് ഇന്ന് 1/4 നൂറ്റാണ്ട് തികയുന്നു. ഇതുവരെയും കാരണം കണ്ടെത്താനാകാതെ പോയ കടലുണ്ടി ട്രെയിൻ അപകടത്തിൽ 52ഓളം പേരുടെ ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. ജൂൺ 22 ഒരു മഴ തോർന്ന വൈകുന്നേരം ചെന്നൈ മെയിൽ കടലുണ്ടി തൊട്ടു. തീവണ്ടി കടലുണ്ടി പാലം കടന്നതോടെ പാലം ഒന്നു വിറച്ചു. മുന്നിൽ പോയ ബോഗികൾ പിന്നോട്ട് വലിഞ്ഞു. പിന്നെ കാണുന്നത് ബോഗികൾ പുഴയിലേക്ക് മറയുന്നതാണ്. ട്രെയിനിൻ്റെ പിൻഭാഗത്തെ ബോഗികൾ പൂർണ്ണമായും വെള്ളത്തിൽ താഴ്ന്നു. ചില ബോഗികൾ പാലത്തിൽ തൂങ്ങിക്കിടന്നു. ശബ്ദം കേട്ട് സംഭവസ്ഥലത്തോടിയെത്തിയ മത്സ്യത്തൊഴിലാളികളും മണൽ തൊഴിലാളികളുമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. സാങ്കേതിക വിദ്യയോ വാഹന സൗകര്യമോ അത്രയൊന്നും വളർന്നിട്ടില്ലാത്ത സമയത്ത് രക്ഷാപ്രവർത്തനവും വെല്ലുവിളിയായി. പ്രയാസം ഉണ്ടായെന്ന് കേട്ടപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ അവിടെ ഓടിയെത്തിയ സമയത്ത് നമ്മൾ അവിടെ കാണുന്നത് ഒരുപാട് ബോഗി വള്ളത്തിനടിയിലുണ്ട്, ഒരുപാട് ബോഗി തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളവിടെ കൂട്ടായി ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ആർത്ത് വിളിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്നെ രക്ഷിക്കാൻ. ഉള്ളോട്ട് കയറുന്ന സമയത്ത് തമ്മിൽ കൂട്ടിപ്പിടിച്ച ആളുകളുണ്ട്. ബോഗിൻ്റെ ഈ ഡോറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. അവരൊക്കെ അവിടുത്തെ ആളുകൾ കട്ടപ്പാരയും മറ്റുള്ള ഏമ്പൊക്കെ ചൊല്ലിക്കൊണ്ടാണ് അവരൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒരുപാട് ആളുകളെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അന്നത്തെ ആ മരണസംഖ്യ കുറഞ്ഞിട്ടുള്ളത്. ഖലാസികൾ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി. കമ്പാർട്ട്മെന്റുകൾ പലതും വെട്ടിപ്പൊളിച്ചാണ് പലരെയും രക്ഷിച്ചത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കടലുണ്ടിപ്പുഴയിൽ ഒഴുകി നടന്ന മൃതദേഹങ്ങളാണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് പറഞ്ഞു തന്നതെന്ന് അന്നുള്ളവർ ഓർക്കുന്നു. 52ഓളം പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ 250ഓളം പേർക്ക് പരിക്കേറ്റു. ട്രെയിൻ പാളം തെറ്റിയതോ അതോ പാലത്തിന്റെ തൂൺ താഴ്ന്നതോ ആണോ അപകടത്തിന്റെ കാരണം? അന്വേഷിച്ച കമ്മീഷൻ ഇരുട്ടിൽ തപ്പി അന്വേഷണവും അവസാനിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും കടലുണ്ടി പൗരസമിതി ഇതേ ദിവസം അനുസ്മരണ സംഗമവും പുഷ്പാർച്ചനയും നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ ഈ ദുരന്തത്തിന് ഒരു സ്മാരകം പോലുമില്ലെന്ന പരിഭവവും അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. എറണാകുളം വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിനാണ് തീപിടിച്ചത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. അതേസമയം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് സ്വകാര്യ ഷിപ്പ്യാർഡ് പ്രവർത്തിച്ചിരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് കപ്പലിൽ തീപിടുത്തമുണ്ടായത്. വൈപ്പിൻ ബ്ലൂ സീ ഷിപ്പ്യാർഡ് എന്ന സ്വകാര്യ കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച വിശാലാക്ഷി എന്ന ചരക്ക് കപ്പലിലാണ് തീപിടുത്തം. കപ്പലിൽ നിന്നും തീയും പുകയും ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട കപ്പൽ ജീവനക്കാർ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അംഗമടക്കമുള്ളവർ എത്തി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ചു വരുത്തി. പുകയെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അത്മാതിരി ഭയങ്കര ശ്വാസം മുട്ടതൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ ആകപ്പാടെ ഷിപ്പിൽ 7 പേര് ക്രൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സാറുമാരും ഉണ്ടായിരുന്നു, മറ്റേ സെക്യൂരിറ്റിക്കാർ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവർ നമ്മൾ ഭയങ്കര അത് കഴിഞ്ഞാണ് ഈ ഇത്രയും ഫയർഫോഴ്സ് വന്നത്. അല്ലാണ്ട് ഇവിടെ അത്രനേരം ആരും ഉണ്ടായിരുന്നില്ല. അപ്പുറം 4 പേരുണ്ടായിരുന്നില്ല. 4 യൂണിറ്റ് ഫയർഫോഴ്സും കൊച്ചി കപ്പൽശാലയിൽ നിന്നും തീയണക്കുന്ന കപ്പലുമെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പഞ്ചായത്ത് അനുമതിയില്ലാതെയാണ് സ്വകാര്യ കപ്പൽശാല പ്രവർത്തിച്ചിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ ഈ ഷിപ്പിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സാൻഡ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ കുട്ടികൾക്കുൾപ്പെടെ ജനങ്ങൾക്കുൾപ്പെടെ മാരകമായ അസുഖങ്ങൾ വരുത്തുന്ന രീതിയാണ്. അതിനെതിരെ ആണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിന് അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു പഞ്ചായത്ത് ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ പരാതി കാരണം നിൽക്കുന്നതുകൊണ്ട് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല. അതുകൂടെ തന്നെ പൊല്യൂഷൻ വിഷയം ഉണ്ടായിരുന്നു. പൊല്യൂഷൻ വിഷയം ഞങ്ങൾ പല രീതിയിൽ കമ്പനി ഉന്നയിച്ച ശേഷം അവരതിനുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. തീപിടുത്തത്തിൽ ആളപായമൊന്നുമില്ല. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷദ്വീപിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതാണ് കപ്പൽ. അമൃത ന്യൂസ്, കൊച്ചി. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ കരയ്ക്ക് കയറ്റി. തണ്ണിത്തോട് മേക്കണ്ണത്ത് കല്ലുവെട്ടാങ്കുഴിയിൽ ഗോപി ആചാര്യയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് കാട്ടാന വീണത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുട്ടിയാനയെ പുറത്തെത്തിച്ചത്. ഏകദേശം 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാനയാണ് ഇന്ന് പുലർച്ചെ കിണറ്റിലകപ്പെട്ടത്. ഇന്നലെ രാത്രി പ്രദേശത്തെത്തിയ കാട്ടാനക്കൂട്ടത്തിൽപ്പെട്ട ആനയാണിത്. കിണറ്റിൽ നിന്ന് ആനയുടെ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് സംഭവം കണ്ടത്. ആന വീണ കിണറ്റിൽ വെള്ളമില്ലാത്തത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി. പുറത്തെത്തിയ ഉടൻ കുട്ടിയാനയെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റി. കണ്ണൂർ കേളകത്ത് പുലിയുടെ സാന്നിധ്യം. അടയ്ക്കാത്തോട് ഭാഗത്ത് വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വനംവകുപ്പ്
വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടാനുള്ള കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ആക്രമിക്കുന്നത് കടുത്ത ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര യോഗം ചേർന്നു. കൂടുതൽ കൂട് സ്ഥാപിച്ച് പുലി എത്രയും വേഗം പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ അതിരപ്പള്ളിയിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്ത് കാട്ടാന. വെറ്റിലപ്പാറ വഞ്ചിക്കടവ് കോളനിയിൽ ഇന്നലെ രാത്രി 8:30 കാട്ടാന ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞെടുത്തത്. ഇടയാലത്തുപറമ്പിൽ മധുവിന്റെ വീട്ടിൽ മകന്റെ കല്യാണത്തിന് ശേഷമുള്ള ബന്ധുവീട്ടുകാരുടെ വിരുന്ന് ചടങ്ങ് നടന്നതിന് ശേഷം കോളനിയിലെ റോഡിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കാട്ടാന ആൾക്കൂട്ടത്തിനടുത്തേക്ക് പാഞ്ഞെത്തിയത്. അതിൽ ഒരാളുടെ ബൈക്ക് ആക്രമിക്കുകയും വൈദ്യുതി വകുപ്പിന്റെ താൽക്കാലിക മീറ്റർ ബോർഡ് തകർക്കുകയും ചെയ്തു. മാതാമൃതാനന്ദപുരി മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി അനഘാമൃതാനന്ദപുരിയുടെ മാതാവ് KT ലീല നിര്യാതയായി. മാതാ അമൃതാനന്ദപുരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ കുന്നുംപുറത്തുള്ള ഭവനത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം 2 മണിക്ക് കളമശ്ശേരി ശ്മശാനത്തിൽ സംസ്കാരം നടത്തും. ഫിഫ ലോകകപ്പിൽ ഇറാൻ ബെൽജിയം മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ബെൽജിയത്തിന് ഇറാന്റെ പ്രതിരോധ കോട്ട മറികടക്കാനായില്ല. 14-ാം മിനിറ്റിൽ ഇറാന് ആദ്യ ഗോളിനുള്ള അവസരം ലഭിച്ചുവെങ്കിലും അത് പാഴാക്കുകയായിരുന്നു. ഇറാൻ ഗോൾ കീപ്പർ അലിറെസ ബേറൻവാണ്ട് ആണ് കളിയിലെ താരം. ഫിഫ ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ഉജ്ജ്വല വിജയം. ഗ്രൂപ്പ് ജിയിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കിയ ഈജിപ്ത് തങ്ങളുടെ ആദ്യ ലോകകപ്പ് വിജയം കുറിച്ചു. ഇത്തവണ ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം കുറിക്കുന്ന ടീമാണ് ഈജിപ്ത്. ജയത്തോടെ 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തേക്ക് കയറി നോക്കൌട്ട് പ്രതീക്ഷ ഇവർ സജീവമാക്കി. 57 മിനിറ്റോളം 1 ഗോളിന് പിന്നിലായ ശേഷം 3 തിരിച്ചടിച്ചാണ് ഈജിപ്ത് ജയിച്ചു കയറിയത്. 15-ാം മിനിറ്റിൽ ഫിൻ സർമാനാണ് ന്യൂസിലൻഡിനായി ഗോൾ നേടിയത്. ലോകകപ്പിലെ സൂപ്പർ ടീമുകളിലൊന്നായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. അർജന്റീന ടീമിൽ ഏറെ താരങ്ങളുണ്ടെങ്കിലും ആദ്യ മത്സരത്തിൽ ഹാട്രിക് നേടിയ മെസ്സിയിൽ തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. വിശ്വജേതാക്കളുടെ തലയെടുപ്പോടെ ഈ ലോകകപ്പിലെത്തിയ അർജന്റീന തുടക്കം ഗംഭീരമാക്കിയാണ് മുന്നേറുന്നത്. ആദ്യ പോരാട്ടത്തിൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ ഹാട്രിക്കിലായിരുന്നു അൾജീരിയയെ വരിഞ്ഞുകെട്ടിയത്. സ്ഥിരതയാർന്ന പ്രകടനമാണ് ടീമിന്റെ മുതൽക്കൂട്ട്. പുത്തൻ താരോദയങ്ങൾ ഏറെയുണ്ടെങ്കിലും അർജന്റീനയുടെ സ്വപ്നങ്ങൾ ഇക്കുറിയും ചിറകുവിരിക്കുന്നത് ലയണൽ മെസ്സി എന്ന പ്രതിഭയിൽ തന്നെയാണ്. 38-ാം വയസ്സിൽ 6-ാം ലോകകപ്പിന് ഇറങ്ങുമ്പോഴും ആ പ്രതിഭയ്ക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. 2022-ൽ മെസ്സിക്ക് വേണ്ടി കപ്പുയർത്താൻ ആരാധകർ ആർപ്പ് വിളിച്ചു. മിശിഹായുടെ കൈകളിൽ ഉയർന്ന കിരീടം കാൽപന്ത് ലോകത്തിന്റെ ആകെ സ്വപ്ന കിരീടമായിരുന്നു. 2014-ൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കനക കിരീടം. 2018-ൽ പ്രീ ക്വാർട്ടറിൽ പുറത്താകേണ്ടി വന്നതിന്റെ നിരാശ. അങ്ങനെ 2022-ലെ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടിലൂടെ തോൽപ്പിച്ച് മിശികയും കൂട്ടരും സ്വപ്നം സാക്ഷാത്കരിച്ചു. അങ്ങനെ ടീം അർജന്റീന സെറ്റായി. അങ്ങനെ പല നേട്ടങ്ങൾക്കും പിന്നിലെ താരമായ ലയണൽ മെസ്സി എന്നത് കേവലം ഒരു സ്ട്രൈക്കർ മാത്രമല്ല, അർജന്റീനയ്ക്ക് ആത്മവിശ്വാസമാണ്. കാൽപന്ത് കളിയിലുടനീളം ഇടങ്കാലിൽ ഒളിപ്പിച്ച മാന്ത്രിക വിസ്മയങ്ങൾ കണ്ടവർ ഏറെയും മിശിഹായുടെ ആരാധകർ തന്നെയാണ്. ഗോളടിച്ചും ഗോൾ അടിപ്പിച്ചും പ്ലേമേക്കറായും അറ്റാക്കറായും കളം നിറയുന്ന മെസ്സി തന്നെയാണ് ടീമിന്റെ കേന്ദ്രബിന്ദു. കൂട്ടിന് അൽവാരസും മാർട്ടിനസും നീക്കോപാസും കരുത്തായുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഫെർണാണ്ടസും റോഡ്രിഗോ ഡിപ്പോളും മികച്ച കോമ്പിനേഷനാണ്. വെറ്ററൻ താരം നിക്കോളാസ് ഓട്ടോമെൻഡിയുടെ അനുഭവ സമ്പത്തിനൊപ്പം സെൻട്രൽ ബാക്കിൽ റൊമേറിയോയും മാർട്ടിനസും ടീമിന് കരുത്താണ്. ഒപ്പം മോളിനെയും നിക്കോളോസ് ടാഗ്ലിയാഫിക്കോയും ഉൾപ്പെടെയുള്ള ഒരു പട തന്നെയുണ്ട്. പിന്നെ ഗോൾ പോസ്റ്റിന് മുന്നിൽ മഹാമേരു പോലെ സൂപ്പർ ഗോളി എമിലിയാനോ മാർട്ടിനസും. ഇനിയുള്ള മത്സരങ്ങൾ താളം തെറ്റാതെ കളിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനാണ് ടീം അർജന്റീനയുടെ ആദ്യ ലക്ഷ്യം. അതേസമയം ജോർദാനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഓസ്ട്രിയ 2-ാം മത്സരത്തിന് ഇറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. മറ്റൊരു മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും 2-ാം മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇറാഖാണ് എതിരാളികൾ. ക്ലോസയും മെസ്സിയും പങ്കിടുന്ന ലോകകപ്പിലെ ഗോളടി റെക്കോർഡ് എംബാപ്പെ മറികടക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ലോകകപ്പിലെ മികച്ച ഗോൾ വേട്ടക്കാരനാകാൻ എംബാപ്പയ്ക്ക് ഇനി വെറും 3 ഗോളുകളാണ് വേണ്ടത്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.